ഞാൻ അമ്മനോട് റെഡി ആവാൻ പറയട്ടാ. അവർ റെഡി ആവണില്ലേ? അവർ വേഗം റെഡി ആവട്ടെ. താലപ്പൊലിയല്ലേ, 4-ാം താലപ്പൊലിയാണെന്ന്. പോണ്ട എല്ലാവർക്കും. അടിപൊളിയായിട്ട് പോവാ. അവിടെ അടിപൊളി പരിപാടികളല്ലേ. എനിക്ക് മേടിക്കണം കുറച്ച്. നീ മേടിച്ച ആവശ്യമുള്ളത് എന്തൊക്കെയാണ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഒന്നുമില്ല, കമ്മലും മാലൊക്കെ അങ്ങനെ എന്തെങ്കിലും സ്റ്റാളുകളിന്ന്. ഇഷ്ടം പോലെ സ്റ്റാളുകളുണ്ട് അവിടെ. എന്തൊരു ഐറ്റംസ് ആണ് ഇത്തവണ വന്നേക്കണത്. ശരിക്കും എന്താണ് ഈ താലപ്പൊലി? താലപ്പൊലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ താലപ്പൊലിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാലേ, ഈ രാവിലെ 2 മണി, അതിരാവിലെ വെളുപ്പിനെ തന്നെ 2 മണി 2:30 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ കുറുമ്പമ്മര അമ്പലമില്ലേ, അവിടെ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുക. ആനപ്പുറത്ത് ദേവിനെ എഴുന്നള്ളിച്ച് കൊണ്ടുവരും. ആ സമയത്ത് അവിടുത്തെ നായർ സ്ത്രീകളുണ്ട്. അവർ താലം, അതായത് ചെറിയ ഉരുളിയിൽ, ഓട്ടുരുളിയിൽ ഇങ്ങനെ തലമുടിയുമ്പോൾ മുട്ടാണ്ട് ഇതിങ്ങനെ വെക്കും. ഒരു തിരുവട പോലത്തെ സാധനം വെച്ച് ഇങ്ങനെ കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ താലം വെക്കും. എന്നിട്ട് അതിൽ തുളസി, ചെത്തി, അരി, പിന്നെ കുറച്ച് ദക്ഷിണ ഒക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ടുവരും. എന്നിട്ട് നമ്മുടെ ഗജരാജ മണ്ഡപമില്ലേ തെക്കേ നടയിൽ, അവിടെ എത്തുമ്പോൾ നമ്മുടെ അടികളും പിന്നെ നമ്മുടെ കൊടുങ്ങല്ലൂർ തമ്പുരാനില്ലേ ആളും വന്നിട്ട് ദേവിനെ സ്വീകരിച്ചിട്ട് നേരെ ശിവൻ്റെ നടയിൽ ഈ താലമൊക്കെ വെച്ച് ശിവന് സമർപ്പിക്കും. ഈ സംഭവമാണ് ശരിക്കും താലപ്പൊലി എന്ന് പറയണത്. അത് അതിരാവിലെ പോയാലേ കാണാൻ പറ്റുള്ളൂ. അത് പലരും കണ്ടിട്ടില്ല. പിന്നെ ഉച്ചയ്ക്ക് കാണുന്ന താലപ്പൊലി എന്ന് പറയുന്നത് ശീവേലിയാണ്, ആനോത്സവം. ഇതാണ് ശരിക്കും താലപ്പൊലി. നമുക്ക് കാണാട്ടാ, ഇത്തവണ പോയി കാണണം എന്തായാലും. അതിരാവിലെ പോവാ. പിന്നെ അമ്മനോടൊക്കെ പറഞ്ഞില്ലേ റെഡി ആവാനായിട്ട്. അപ്പം അങ്ങനെയാണ് അവിടുത്തെ കഥകൾ. താലപ്പൊലി എന്ന് പറയുന്നത് ശരിക്കും അതണ്ടി. അത് പലരും കണ്ടിട്ടില്ല. ഉച്ചക്കലത്തുള്ള ശീവേലി ഇഷ്ടം പോലെ ആളുകൾ കണ്ടിട്ടുണ്ടാവും, പക്ഷെ അതിരാവിലെ വരണ്ടേ. പക്ഷെ നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. താലപ്പൊലി ശരിക്കും കാണേണ്ട ഒരു സംഭവമാണ്. പിന്നെ റൈഡ് സംഭവങ്ങളൊക്കെ ഇഷ്ടം എല്ലാം ഉണ്ട് അവിടെ. ശരിക്കും പുതിയൊരു ഗൺ ഷോട്ട് വന്നിട്ടുണ്ട്, തലകുത്തി നിർത്തും ഇങ്ങനെ കറക്കി കൊണ്ടുപോയിട്ട്. അത് കാണാനുണ്ട് കേട്ടാ. അതിൽ കയറണമെങ്കിൽ ഇത്തിരി ധൈര്യം വേണം. അന്ന് വേറെ റെഡി ആയിട്ടോ. അച്ഛനീ വർക്കൊന്ന് തീർക്കട്ടെ പെട്ടെന്ന്. അച്ഛൻ്റെ ഫ്രണ്ട്സ് വിളിച്ചിട്ടുണ്ടായി. ഞാൻ അവരുടെ ഒപ്പം പൊക്കോട്ടെ താലപ്പൊലിക്ക്? നീ പൊക്കോ. അപ്പഴെനിക്ക് കുറച്ച് കാശ് വേണം റൈഡിലൊക്കെ കയറാനായിട്ട്. അത് തരാ. ഇത്തവണ പുതിയ റൈഡൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയല്ല. ആദ്യം തന്നെ കയറാനാണ്. ഭയങ്കര ഉണ്ടോ സംഭവം. തല കുത്തി നിർത്തും, മോളെ കൊണ്ടുപോയി തല നിർത്ത്. ധൈര്യം ഉണ്ടോ നിനക്ക്? അതൊന്നും കുഴപ്പമില്ല, കേറിക്കൊന്നാ. ഈ സൈക്കിളിന് പോയാ ഭയങ്കര തിരക്കാണ് റോഡിലൊക്കെ. ബസ്സൊന്നും ഇല്ല. അവിടെ എവിടെയെങ്കിലും ഒതുക്കി വെച്ചാൽ മതി സൈക്കിള്. ശ്രദ്ധിച്ചു പോയിട്ടേ, ശ്രദ്ധിച്ചു വാട്ടാ. ഒരു കാര്യം ചെയ്, അപ്പൊ കുറച്ച് പൊരിയും കരിമ്പൊക്കെ മേടിച്ചോ. അതൊക്കെ നിങ്ങ മേടിക്ക്. നിങ്ങ പോണില്ലേ? ഞാൻ ഫ്രണ്ട്സിന്റെ ഒപ്പല്ലേ പോണേ. ഞാൻ പിന്നെ അതൊക്കെ പിടിച്ച് നടക്കേണ്ടി വരില്ലേ? കുഴപ്പമില്ല, ഞങ്ങൾ മേടിച്ചോണ്ട് കേട്ടാ. ശ്രദ്ധിച്ചൊക്കെ പൊക്കോ. പൈസ തരാട്ടാ. റെഡി ആയിക്കോന്നാ. റെഡി ആവട്ടെ. ശരി. എല്ലാ പോണ്ടേ കഴിഞ്ഞ ചെന്നതേ ഇതൊക്കെ ഉണങ്ങി. ആ കൊമ്പും കൂടി വൃത്തിയായി കഴിഞ്ഞാൽ കഴിഞ്ഞ്. ഇതൊക്കെ ഉണങ്ങി പോകണണ്ട. അല്ല ഞങ്ങളോട് റെഡി ആവാൻ പറഞ്ഞിട്ട്. റെഡി ആയിക്കോ. എനിക്ക് റെഡി ആവാൻ അധികം നേരം ഒന്നും വേണ്ട. ടപ്പെന്ന് പറഞ്ഞ റെഡി ആവും. ഉത്സവം കേറുമ്പോഴേക്കും പോയി കാണണ്ടേ? കാണാ. പിന്നെ തിരക്കാവുമ്പോഴേക്കും അങ്ങോട്ട് പോയില്ലെങ്കിൽ പിന്നെ ഇയാള് സ്റ്റാളിലേക്ക് ഒന്നും കൊണ്ടുപോയില്ല. എനിക്ക് കുറെ സാധനങ്ങൾ മേടിക്കാനുണ്ട്. സാധനങ്ങൾ ഇത് കഴിഞ്ഞിട്ട് മേടിച്ചാൽ പോരെ. ഭയങ്കര തിരക്കായിരിക്കും. തിരക്കാവുമ്പോഴേക്കപ്പോ പോയിട്ട് വരാം. തിരക്കിന്റെ ഇടയിൽ കയറാനേ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. തിരക്ക് കഴിഞ്ഞ് വേറെ ദിവസം പോവാ നമുക്ക് മേടിക്കാനായിട്ട്. അത് പറ്റില്ല. ഇന്ന് പോവാ എന്തായാലും. ദൂരം നിന്നൊക്കെ ഒതുങ്ങിയ സ്ഥലത്ത് നിന്ന് കാണാതെ പോരെ. ഉത്സവത്തിന് കിട്ടണ ത്രില്ല് വേറെ ദിവസങ്ങൾ പോയാൽ കിട്ടും. അതല്ല, നമ്മ ഇന്ന് പോണില്ല എന്ന് പറഞ്ഞില്ല. ഇന്ന് പോയി കാണാം. നമുക്ക് പോയി കണ്ടിട്ടേ ഒതുങ്ങിയ സ്ഥലത്ത് നിന്ന് കാണാം നമുക്ക്. അത് കഴിഞ്ഞിട്ട് തിരക്കൊക്കെ 2 ദിവസം കഴിയുമ്പോൾ ആരും ഉണ്ടാവില്ല. സ്വസ്ഥമായിട്ട് പർച്ചേസ് ചെയ്യുക, അതാണ് നല്ലത്. എനിക്ക് കുറച്ചധികം നേരം നിന്ന് കാണണം ഉത്സവം. അപ്പൊ പോവാ. റെഡി ആയിക്കോ. എന്റെ കഴിഞ്ഞ് ഞാൻ ഉണക്ക കൊമ്പുകളൊക്കെ ഒന്ന് റെഡി ആക്കിയാണ്. അത് കഴിഞ്ഞ് ഇപ്പൊ തന്നെ പോവാം. എത്ര ജനങ്ങളാ പോണെന്ന് നോക്കിയേ. നമുക്കും പോവാം. റെഡി ആയിക്കോ. ഞാൻ റെഡി ആവാ. എനിക്ക് സമയം കളയാനൊന്നുമില്ല. റെഡി ആവണം.
എല്ലാവരുടെയും നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കേണ്ടതാണ്. ഭക്തജനങ്ങൾ ക്ഷേത്ര പരിസരം വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ്. പ്രത്യേക സൂചന: ക്ഷേത്രത്തിലെ എല്ലാ വഴിപാടുകൾക്കും ദേവസ്വം കൗണ്ടറിൽ നിന്നും രസീതെടുക്കേണ്ടതാണ്. പ്രധാന വഴിപാടായി ദേവിക്ക് നിവേദിച്ച അപ്പം, അരവണ പായസം, ദേവസ്വത്തിന്റെ വിവിധ